ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ നീലിമയാണെങ്കിൽ ലക്ഷ്മി അമ്മയെ ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്തിട്ട് പറയാണ്, അനുക്കുട്ടിയാണെങ്കിൽ ലക്ഷ്മി അമ്മയുടെ വരുതിയിലല്ലേ, എന്നിട്ടും എന്താണ് ഈ കാര്യം സില്ലിയായിട്ട് കൈകാര്യം ചെയ്തതെന്ന് ചോദിക്കുന്നു. ലക്ഷ്മി അമ്മ അപ്പോൾ പറയാണ് പറ്റിപ്പോയെന്ന്. നീലിമ അപ്പോൾ പറയാണ്, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അവൾ അങ്ങ് സുഖമായിട്ട് പ്രസവിക്കുമെന്ന് പറയുന്നു. ലക്ഷ്മി അമ്മ അപ്പോൾ പറയാണ്, സംഗീത പാല് കുടിച്ചിട്ടില്ല, ആ പാൽ ഉണ്ടായിരിക്കും, എങ്കിൽ ഞാൻ അത് എടുത്തു കൊടുക്കാമെന്ന് പറയുന്നു. നീലിമയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കൊടുക്കാനെന്ന് പറയാണ്. അതേസമയം പവിഴമാണെങ്കിൽ സംഗീതയ്ക്ക് കൊണ്ടുപോയ പാലാണെങ്കിൽ സ്വയം കുടിക്കുന്നു. അതിനുശേഷം ബാക്കിയിരുന്ന പാലാണെങ്കിൽ ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ആ സമയത്താണ് ലക്ഷ്മിയമ്മ അവിടേക്ക് വരുന്നത്. ലക്ഷ്മിയമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്തെടുക്കുകയാണ് ഈ പാലെന്ന്. അപ്പോൾ സംഗീത കുടിച്ചില്ല എന്ന് പവിഴം പറയുന്നു. ലക്ഷ്മിയമ്മയാണെങ്കിൽ മരുന്ന് കലക്കിയ പാലാണെന്ന് കരുതി അത് പവിഴത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങുകയാണ്. അതിനുശേഷം അനുക്കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. പിന്നീട് സുഭദ്രാമ്മയാണെങ്കിൽ അനുക്കുട്ടിയുടെ റൂമിലിരുന്ന് സംസാരിക്കുകയാണ്. അനുക്കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അവിടേക്കാണെങ്കിൽ ലക്ഷ്മി അമ്മ പാലുമായിട്ട് ചെല്ലുകയാണ്. ആദ്യമാണെങ്കിൽ അനുക്കുട്ടി പാല് വേണ്ട എന്ന് പറയുന്നുണ്ട്. സുഭദ്രാമ്മയെ പാല് കുടിക്കാനെന്ന് പറയുന്നു. അനുക്കുട്ടിയാണെങ്കിൽ മടിച്ച് പാല് വാങ്ങി കുടിക്കുന്നു. ലക്ഷ്മി അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. നീലിമയെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. നീലിമ അപ്പോൾ പറയാണ്, അനുക്കുട്ടിയാണെങ്കിൽ രാത്രി കരഞ്ഞാലും കണ്ണ് തുറക്കരുതെന്ന്. ആണെങ്കിൽ നീലിമ പറയുന്നത് പോലെ എല്ലാം കേൾക്കാൻ തയ്യാറാകുന്നു. അതേസമയം സംഗീതയാണെങ്കിൽ രാത്രിയിൽ കുറച്ച് വിഷമിക്കുന്നുണ്ട്. പക്ഷെ ആ സങ്കടം ആരോടും പറയുന്നില്ല. കുഞ്ഞിന്റെ അനക്കം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നു. എന്താടാ നീ അനങ്ങാത്തതെന്നൊക്കെ സ്വയം ചോദിക്കുകയാണ്. നീലിമയാണെങ്കിൽ രാത്രിയിൽ തന്നെ ലക്ഷ്മി അമ്മയെ കാണാൻ വരുന്നുണ്ട്. ലക്ഷ്മി അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും അനുക്കുട്ടി പാല് കുടിച്ചോ എന്ന്. അങ്ങനെയെങ്കിൽ ഇപ്പോഴേ പ്രശ്നങ്ങൾ തുടങ്ങേണ്ട സമയമായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മി അമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ആ പാല് കുടിച്ചിട്ടുണ്ടെന്ന്. നീലിമ പറയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ലക്ഷ്മി അമ്മ ഇന്ന് എഴുന്നേക്കാൻ പാടില്ല, ഉറക്കം നടിച്ച് തന്നെ കിടന്നേക്കണമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ്. അതേസമയം സംഗീതയാണെങ്കിൽ ഒരുപാട് വിഷമത്തോടെ ഇടിയും മഴയും ഉള്ള സമയത്താണെങ്കിൽ വെളിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് സുഭദ്രാമ്മ വന്ന് വഴക്ക് പറയുന്നുണ്ട്. ഇടിയുടെ ശബ്ദം കേട്ടാൽ കുഞ്ഞു ഭയന്നു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ലതല്ല എന്നൊക്കെ. ലക്ഷ്മിയമ്മയാണെങ്കിലും അവിടേക്ക് വന്നിട്ട് ഉപദേശിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. ലക്ഷ്മിയമ്മ പറയാണ്, എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉറക്കമില്ല, അതുകൊണ്ട് ഞാൻ ഉറക്ക ഗുളിക കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറങ്ങാൻ പോവുകയാണെന്ന് പറയുന്നു. സുഭദ്രാമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അനുക്കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. ലക്ഷ്മിയമ്മ അപ്പോൾ പറയണം, അവൾക്കതിനൊരു പ്രശ്നവുമില്ല എന്ന്. ലക്ഷ്മിയമ്മ പോയി കഴിഞ്ഞിട്ട് സുഭദ്രാമ്മയാണെങ്കിൽ സംഗീതയോട് പറയുന്നുണ്ട്, ഈ ലക്ഷ്മിയാണല്ലോ ദൈവമേ അനുക്കുട്ടിക്ക് കാവല്, അവളാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ കിടന്നുറങ്ങുമല്ലോ എന്നൊക്കെ പറയുന്നു. ഇനിയെങ്കിലും ഒന്ന് നേരം പുലർന്ന് കിട്ടിയാൽ മതിയായിരുന്നു, ഇവിടെയാണെങ്കിൽ ആണുങ്ങൾ പോലും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ്. പിന്നീട് ബിപിനാണെങ്കിൽ സംഗീതയെ വിളിക്കുകയാണ്. സംഗീതയെ വിളിച്ചിട്ട് പറയാണ്, അനുക്കുട്ടിയെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. സംഗീതയാണെങ്കിൽ ഇവിടെ ആർക്കും പ്രശ്നമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിപിനെ വിളിക്കാം, വിപിനെ കിട്ടിയില്ല നന്ദേട്ടനെ വിളിച്ചോളാം എന്നൊക്കെ പറയാണ്. വിപിൻ പറയാണ്, ഇവിടെ എമർജൻസി സർജറി ഉണ്ട്, എന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഹോസ്പിറ്റലിലെ നമ്പറിൽ വിളിക്കാനെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. പിന്നീട് രാത്രിയിലാണെങ്കിൽ അനുക്കുട്ടിയാണെങ്കിൽ വയറുവേദന കൊണ്ട് കരയുകയാണ്. അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. ലക്ഷ്മിയമ്മയാണെങ്കിൽ കണ്ണ് തുറന്ന് നോക്കുന്നില്ല. ലക്ഷ്മിയമ്മയാണെങ്കിൽ എല്ലാം കേട്ടുകൊണ്ട് അറിയാത്ത ഭാവത്തിൽ കിടക്കുകയാണ്. അനുക്കുട്ടിയാണെങ്കിൽ ഒരുപാട് നിലവിളിക്കുന്നുണ്ട്. അതിനുശേഷം റൂമിൽ നിന്നും കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ലക്ഷ്മിയമ്മ വിചാരിക്കുന്നത് അനുക്കുട്ടിക്കാണെങ്കിൽ മരുന്ന് കൊടുത്തതിൻ്റെ പ്രശ്നങ്ങളാണെന്നാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്